വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും. പുതിയ സർക്കാർ ആയതുകൊണ്ട് പല കാര്യങ്ങളിലും ആശങ്ക ഉയരുമെന്നും കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിലെ നികുതി ഇളവ് പ്രഖ്യാപനം വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പുതിയ നികുതി ഘടനയനുസരിച്ച് 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% വിൽപ്പന നികുതിയെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. 10% മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കും. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെയാണ് ലോ ആൽക്കഹോളിക് ബിവറേജ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവിനെ എതിർത്ത് സിറോ മലബാർ സഭ. നീക്കം സംശയാസ്പദമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പുതുതലമുറയെ ലഹരിയിലേക്ക് നയിക്കുന്ന തീരുമാനമാണിത്. സർക്കാർ ഈ തീരുമാനത്തെ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ലെന്നും വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമാണ് എന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണ് എന്ന് ഓർത്തഡോക്സ് സഭയും നിലപാടറിയിച്ചു. ലഹരിക്ക് വീര്യം കുറഞ്ഞത് കൂടിയത് എന്ന വിശേഷണം തന്നെ ആവശ്യമില്ല. വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കിയാൽ യുവസമൂഹം മാരകലഹരി തേടിപ്പോകില്ല എന്ന വാദം യുക്തിരഹിതമാണെന്നും ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് വൻഭൂരിപക്ഷം നൽകി സർക്കാരിനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. ജനക്ഷേമകരമായ നയങ്ങളാണ് സഭയും സമൂഹവും പ്രതീക്ഷിക്കുന്നതെന്നും ഓർത്തഡോക്സ് സഭ അറിയിച്ചു. അതേസമയം വി.എം. സുധീരനെയും സഭ പ്രശംസിച്ചു. സർക്കാരിന് മുന്നിൽ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നത് ജനാധിപത്യത്തിലെ നല്ല ലക്ഷണമാണ് എന്നും ഓർത്തഡോക്സ് സഭ കൂട്ടിച്ചേർത്തു.